പ്രിയരെ, നമ്മളിന്ന് വീടിനടുത്തുള്ള ഒരു സ്ഥലം കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവളെയും കൂട്ടി ഒരു യാത്രാ ദൃശ്യങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തുന്നതായിരിക്കും. ഓക്കെ, കാണാം. വീട്ടിനടുത്തൊരു സ്ഥലമുണ്ട്. സ്ഥലത്തിൻ്റെ പേരാണ് കുന്നുംപാറ. അങ്ങനെ കുന്നുംപാറയിലേക്ക് ഒരു യാത്ര പോകാം. അങ്ങനെ ഞങ്ങൾ കുന്നുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമൊക്കെ ഉണ്ട്. കാണാൻ പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ തന്നെ തുടങ്ങാം. ഇതാണ് ആ ഒരു സ്ഥലം. നമുക്കെന്തായാലും അകത്തോട്ട് കയറി നോക്കാം. അങ്ങനെ നമ്മളിവിടെ കുന്നുംപാറ എന്ന് പറഞ്ഞ സ്ഥലവും ആ ഒരു മല ബാക്കിൽ കാണാം. ബാക്കിൽ കാണുന്നത് ഒരു കുന്നുംപാറ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള മലയാണ്. കുന്നുംപാറ ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഈ മുഖമണ്ഡപത്തിൽ നിന്നും താഴോട്ട് പോയി കഴിഞ്ഞാൽ കാണാം. നിങ്ങൾക്ക് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കടൽ കാണാൻ പറ്റും. ആ കാണുന്നത് കടലാണ്. ഇത്രയും മനോഹരമായൊരു സുന്ദരമായൊരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് കുന്നുംപാറ സുബ്രഹ്മണ്യ ക്ഷേത്രം. എന്ത് രസമാണ്, നല്ല കാറ്റുണ്ട്. ഇവിടെ ഒരു ബോർഡ് കാണാനിടയായി. നിങ്ങൾക്ക് വായിച്ചു നോക്കാമെന്നുള്ളതേ ഉള്ളൂ. ഭക്തിയില്ലാത്ത ജീവിതത്തിന് ഉപ്പില്ലാത്ത ചോറ് കൊടുക്കണം. ശ്രീനാരായണ ഗുരുദേവൻ. ഇത് വളരെ പ്രശസ്തമാർന്ന ഒരു സ്ഥലമാണ്. കാരണം ശ്രീനാരായണ ഗുരു അദ്ദേഹം ഇവിടെ കുറച്ച് നാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കടൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു പ്രദേശം മലയും കുറച്ച് കുന്നുമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത്രയും നല്ല കാറ്റാണ് ഇവിടെ വീശുന്നത്. ഇത്രയും നല്ല ഉയരത്തിലാണ്. ഏകദേശം കടൽക്കരയിൽ നിന്നും 200 അടിയോളം ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഈ വീഡിയോയിലെ കൂടുതൽ വിശേഷങ്ങളും വിവരണങ്ങളും അടുത്ത വീഡിയോയിൽ. നന്ദി, നമസ്കാരം. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇങ്ങനെ ബിൽഡിങ്ങുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയി. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ബിൽഡിങ്, ഈ ബിൽഡിങ്ങിൽ ആയുർവേദിക് ക്ലിനിക്കാണ്. വേദ എന്ന് പറഞ്ഞൊരു ആയുർവേദിക് ക്ലിനിക്കാണ്. ഈ പ്രദേശം ഒരുപാട് പേര് ഈ പ്രദേശത്തിനടുത്തുള്ള ആൾക്കാർക്ക് പോലും അറിഞ്ഞുകൂടാതെ വരാത്ത ഒരുപാട് പേരാണ്. ഉത്തർപ്രദേശ്. മലയാളമൊക്കെ അറിയാമോ? അതുപോലെ തന്നെ ഇതിനടുത്തായിട്ട് ഒരു പശു വളർത്തൽ കേന്ദ്രം ഇവിടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് പുല്ലുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പശു ഇവിടെ ഏകദേശം 10-20 പശു, എൻ്റെ കണക്കും പ്രകാരം 10-20 പശുക്കളോളം ഉണ്ടതായിട്ടാണ് തോന്നുന്നത്. അത് നോക്കാനായിട്ട് UP-യിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഒരു ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അവരെയും പരിചയപ്പെടാം.
എന്തായാലും നമുക്ക് അവരുടെ അടുത്തേക്ക് തന്നെ ഒന്ന് പോകാം. ഇവിടുത്തെ ഒരു പശുത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളെ പഠിപ്പിക്കുന്നതും ഇവിടെ തന്നെയാണ്. ആ ഫാമിലിയിലുള്ളവർ തന്നെയാണ് ഈ പശുക്കളെയും മറ്റുമൊക്കെ പരിപാലിക്കുന്നതും. അതിലെ ഒരു ചേട്ടനെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. കാലിത്തീറ്റ എന്തോ കൊണ്ടുവന്ന ഒരു പുള്ളി അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോകുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് ആ ചേട്ടനുമായിട്ട് നമുക്ക് സംസാരിക്കാം. तीन लड़का और एक लड़की है अच्छा अच्छा हमारा। अच्छा अच्छा हमारा वही है बीवी, उसका ही पूरा 4 बच्चा है। आपका फैमिली भी इधर ही? हमारा हाँ हमारा ही फैमिली है पूरा। अच्छा 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 हाँ एक अभी था, एक मेरा भाई है। अच्छा अच्छा हाँ उसका भी शादी नहीं हुआ, अच्छा अच्छा होने वाला है। अच्छा अच्छा वो हमारा बीवी है। हमारा आप इधर आके कितना साल हो गया? 10 साल से ज़्यादा है ना। अच्छा अच्छा वो अम्बिसामी किधर था गया? अम्बिसामी किधर गया? अम्बिसामी इधर किचन में से वो मॉडर्न में उधर है एक कोविल है ना, वहाँ गए हैं। अच्छा 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 കൂടുതൽ വിവരണങ്ങളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ. कितना ये गौ लोग कितना था? अभी 18 है। अच्छा अच्छा दूध किधर देता है वो? पूरा मंदिर में देता है। हाँ जिसको चाहिए तो 1-2 लीटर ले सकता है। अच्छा 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 अभी कैसा साल में जाएगा घर में? हम जैसे छुट्टी होता है तो कभी 4 साल में 5 साल में घर जाते हैं। अच्छा अच्छा हर साल इतना पैसा किधर है? जहाज का पैसा 8,000 रुपया है। अच्छा। एक आदमी का। यहाँ से जाने के लिए ट्रेन में 4 दिन लगता है, 5 अच्छा। दिन पूरा। अच्छा अच्छा यूपी में आप लोग? हमारा काशी बनारस घर है। काशी बनारस अच्छा अच्छा हमारा काशी बनारस अच्छा है। फैमिली लोग वो टाइम में लेके आया नहीं बाद में लेके आया? मैं जब आया तो पूरा लेके आया था। अच्छा अच्छा मैं अच्छा अकेले केरला में नहीं आया। अच्छा अच्छा आया तो फर्स्ट में मैं सीधर आया। अच्छा और बकिया दिल्ली, कलकत्ता, आगरा, अच्छा अच्छा पंजाब, मतलब कि मैं पूरा जगह अकेले गया था। अच्छा अच्छा वकील यहाँ ये लोग का नसीब था। अच्छा 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 हाँ हाँ भगवान बुलाया इसलिए मैं आया। अच्छा 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 हाँ मैं अपने से नहीं आया, वो बुलाए तभी मैं इधर आया। अच्छा 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 अभी तो आने का कोई चांस ही नहीं, इतना दूर। कितने कैसा लगा केरला में? ये एरिया में कैसा लगा आपको? हमको इस एरिया में कोई हमको जास्ते हमारे घर से फर्क नहीं पड़ा। अच्छा अच्छा सेम आपका घर से जैसा? हाँ हमारा ही जैसे ये समुंदर है ना, हमारा वो गंगा जी है। अच्छा 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 ऐसा ही हवा वहाँ भी हमको मिलता है रात दिन। एकदम फ्रीडम है ना आपको इधर? हाँ बाकी थोड़ा चेंज क्या हुआ, हाँ। वो जो ठंडी पड़ता है ना 4 दिन, अच्छा अच्छा ये यहाँ नहीं पड़ता। अच्छा 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 बकिया तो इधर पूरा बारिश है, धूप भी है। अच्छा वहाँ तो इस समय हमारी क्या ठंडी है। अच्छा 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 हाँ, बस फर्क इतना 4 महीना ठंडी नहीं यहाँ लगता है। बस इधर ही रहने का हाँ, दूसरा किधर भी नहीं जाने का फर्क नहीं पड़ा कोई, सब कुछ इधर हमको अच्छा लगा। बाकी पूरा आपका गांव का जैसा? हाँ पूरा गांव की जैसा। सिटी हमारा पूरा सिटी है। अच्छा 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 40 किलोमीटर में हमारा मार्केट है। अच्छा अच्छा ले फिर आपका गांव से जैसा दोस्त लोग नहीं है इधर भी ऐसा ही? उधर ज़्यादा जो दोस्त लोग मिलते हैं आपको, इधर कैसा दोस्त लोग मिलते हैं? यहाँ तो दोस्त हमारा तो इधर बात करने वाला कम है, हिंदी बात करने वाला कम है। आपको मलयालम चलेगा तो वो तो बात कर सकते हैं। हाँ बच्चा लोग पूरा वो लोग का पूरा मलयालम में बात करते हैं। अच्छा अच्छा हम कोई अगर हिंदी बात करेगा तो मैं बात करता हूँ, मलयालम करेगा तो मैं चला जाता हूँ। कैसे आपको खुशी में है ना फैमिली के साथ इधर ही? हाँ हमको खुशी है इस बात की कि बच्चा लोग हमारा इधर पढ़ने का भी होता है? हाँ अच्छा से पढ़ रहा है। अच्छा, अच्छा। यही खुशी है। यही मैं बच्चा लोग की बात किया था, वो मलयालम अच्छा तरफ बात कर रहा था, इसलिए मैं भी खुशी हो गया। वो बोला मेरे को मेरा असली गाँव यूपी है। फिर कैसा मलयालम इतना अच्छा से बात कर रहे हैं वही मैं सोच रहे हैं, लेकिन अच्छा है। थैंक यू। हाँ हाँ ये भी मलयालम में बात करता है। अच्छा अच्छा नहीं हाँ 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 इसको तो नहीं मालूम था ना, बाकी इसको तो पूरा लेडीज लोग इसको पूरा मलयालम में बात किया ना, हाँ 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 हिंदी भूल गया। अच्छा अच्छा अभी मलयालम मालूम है। कैसा लगा दीदी इधर? अच्छा आपका गाँव का जैसा है ना? आदमी के साथ बात करने का नहीं होता है, लेकिन मलयालम बात कर सकते हैं ना आप? आप भी इधर आके 10 साल हो गया ना? अच्छा अच्छा और आप लोग का घर
मेरा इधर से 2 किलोमीटर आगे, लेकिन हम कभी कभी आते हैं, थोड़ा टाइम इधर बैठ रहे जा रहे हैं। सुखा इनको हिंदी मालूम नहीं है, मैं बाहर बैठा था, गल्फ में बैठा था, इसलिए मेरे को हाँ। അങ്ങനെ നമ്മൾ വന്ന സ്ഥലത്ത് യു പിയിലുള്ള 4 പേരാണ് ജോലി ചെയ്യണം. അവർ ഫാമിലി ഉൾപ്പെടെയാണ് ജോലി ചെയ്യുന്നത്. അവർ ഈ പശുക്കളും 10-25 പശുക്കളൊക്കെ ഉണ്ട്. ആ പശുക്കളെയൊക്കെ നോക്കി ഈ ആശ്രമമൊക്കെ ആയിട്ട് കഴിഞ്ഞു പോവുകയാണ്. അവരുമായിട്ട് സംസാരിച്ചാണ്. ഭയങ്കര ഖുഷിയായിട്ടുള്ള സ്ഥലമാണെന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ മക്കൾ ഇവിടെ മലയാളം മീഡിയം പഠിക്കുന്നു. അവർ ഏകദേശം 10 വർഷമായി. മക്കളും നല്ലതുപോലെ മലയാളം സ്കൂളിൽ തന്നെ പഠിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലൈലാക്ക് മലയാളം മാത്രമേ അറിയാമെന്നുള്ളതുകൊണ്ട് ലൈല മലയാളം പറയണം. ആ വന്ന യു പിക്കാർ കൃത്യമായിട്ട് മലയാളം അവർ പഠിച്ചു കഴിഞ്ഞു. മലയാളം നല്ലപോലെ അറിയാമോ? ഹിന്ദി അറിയാമോ? ഹിന്ദി അറിയാമോ? പിന്നെ മലയാളം നല്ലതുപോലെ ഇവിടെ പഠിക്കണം. മലയാളം മീഡിയമാണോ പഠിക്കുന്നത്? ഇംഗ്ലീഷ് മീഡിയം. അപ്പോൾ ഇവിടെ കൂടുതൽ മലയാളം അറിയാമെന്നുള്ളത്. ഇവിടെ എല്ലാവരുമായിട്ട് മലയാളത്തിൽ സംസാരിക്കുമോ? ഹിന്ദിയിലോ? ഇവിടെ ഇഷ്ടമാണോ? സ്ഥലമൊക്കെ ഇഷ്ടമാണോ? കൂട്ടുകാരൊക്കെ ഉണ്ടോ ഇവിടെ? ഇവിടെ ഉണ്ടോ കൂട്ടുകാർ? സ്കൂളിലാണ് കൂടുതൽ കൂട്ടുകാരുള്ളത്. ഇഷ്ടപ്പെട്ടോ ഇവിടെ കേരളം? അങ്ങനെ വല്ലാത്തൊരു അനുഭവം ഇവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ്. ഓക്കെ.